മതപരിവർത്തനത്തിനെതിരെ പൊരുതി ജീവൻ വെടിഞ്ഞ വേദാന്ത കേസരി സ്വാമി ലക്ഷ്മാനന്ദ സരസ്വതിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം. ഒഡീഷയിൽ മാത്രം 25,000 സ്ഥലങ്ങളിൽ ജന്മശതാബ്ദി പരിപാടികൾ നടക്കും. ഹിന്ദു സ്വാഭിമാനം ഉദ്ഘോഷിക്കുന്ന വിധത്തിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. സ്വാമി ലക്ഷ്മാനന്ദ സരസ്വതി ജന്മശതാബ്ദി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കലശഘോഷയാത്ര, ഗോപൂജായജ്ഞം, നഗരപ്രദക്ഷിണം, ധാർമ്മിക സമ്മേളനം, സാംസ്കാരിക പരിപാടികൾ, പ്രഭാഷണങ്ങൾ, സ്വാമിജിയുടെ ജീവിതാദർശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രദർശനം എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി, സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി, സ്വാമി സച്ചിദാനന്ദ, ശിവദാസ് ബാബ, സ്മൃതി സാഗർ മഹാരാജ്, ജീവൻ ചൈതന്യ മഹാരാജ്, സച്ചിദാനന്ദ ദാസ് മഹാരാജ്, ബാബ വിശ്വനാഥ് ദാസ്, ശാരദാനന്ദ സരസ്വതി, അവിനാശ് ബാബ, RSS ക്ഷേത്രകാര്യവാഹ് ദുർഗാപ്രസാദ് സാഹു തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമാകും. സെപ്റ്റംബർ 4 വരെ ഒഡീഷയിലെ എല്ലാ ഗ്രാമങ്ങളിലും ലക്ഷ്മാനന്ദ സരസ്വതി സ്മൃതി പരിപാടികൾ നടക്കും. ഒക്ടോബറിൽ ചാക്കാപാദിൽ സംസ്കൃത സമ്മേളനവും ജലേസ്പതയിൽ വനിതാ സമ്മേളനവും നടക്കും. നവംബറിൽ സാമ്പൽപൂർ, ബ്രഹ്മപൂർ, ഭുവനേശ്വർ, ഹരിദ്വാർ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങിയ കേന്ദ്രങ്ങളിൽ മഹാസമ്മേളനങ്ങൾ ഉണ്ടാകും. 2027 ജനുവരി മുതൽ ഏപ്രിൽ വരെ എല്ലാ ഗ്രാമങ്ങളിലും സന്യാസിമാരുടെ നേതൃത്വത്തിൽ ജനജാഗരണ യാത്രകളും മെയ് മാസത്തിൽ ബ്ലോക്ക് നഗരതലങ്ങളിൽ വിശാല ഹിന്ദു സമ്മേളനങ്ങളും നടക്കും. മതപരിവർത്തന മാവോയിസ്റ്റ് അച്യുതണ്ടിനെതിരായ മുന്നേറ്റത്തിന് സ്വാമി ലക്ഷ്മാനന്ദ നേതൃത്വം നൽകിയതാണ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് കാരണമായത്. വനവാസി സമൂഹത്തിനിടയിലെ മതപരിവർത്തനത്തിനെതിരെ ലക്ഷ്മാനന്ദ സരസ്വതി നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മാനന്ദ സരസ്വതിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലൂടെ ഹൈന്ദവ മുന്നേറ്റത്തിന് കൂടുതൽ കരുത്തും ആവേശവും പകരുകയാണ് ലക്ഷ്യം. ജനം, ഡൽഹി.